ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വയനാട്ടിലെ ഒരു ടീ പ്ലാന്റേഷൻ്റെ ഉള്ളിലുള്ള വർഷങ്ങൾ പഴക്കമുള്ള ഒരു ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് 1948 സ്കോട്ട്ലാൻഡുകാരനായ വിന്റർ ബോദർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ വരികയും ഇതുപോലെ നല്ല അതിമനോഹരമായ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് പണിയുകയും ചെയ്തു. അപ്പം നമുക്ക് ആ ബംഗ്ലാവിൻ്റെ ആ കാഴ്ചകളൊക്കെ കാണാം. അപ്പം നിങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഞാനും എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ബംഗ്ലാവിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ബംഗ്ലാവിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ബംഗ്ലാവിൻ്റെ ഫ്രണ്ട് ഏരിയ. നമ്മൾ ബംഗ്ലാവിലേക്ക് കയറുന്ന ഒരു ഫ്രണ്ട് ഏരിയ ആണിത്. അപ്പോൾ ഈ ഫ്രണ്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നല്ല ഭംഗിയുള്ള വലിയ വരാന്തയുണ്ട്. ആ വരാന്തയുടെ ചുറ്റും അവർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഞ്ചസ് ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഇതിൻ്റെ ആംബിയൻസ് ഒക്കെ ആസ്വദിക്കാൻ വേണ്ടി രണ്ട് സൈഡിൽ ബെഞ്ചും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്ക് കയറി വരികയാണ്. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ആ ഒരു ആംബിയൻസ്, ആ ഒരു ഫീലിംഗ് നമുക്ക് വരും. കാരണം നല്ല ഇവിടുത്തെ ബംഗ്ലാവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല ഹൈറ്റുള്ള മച്ചാണ് സീലിംഗ്. അപ്പോൾ സീലിംഗ് മൊത്തം വുഡിലാണ് അവർ സീലിംഗ് ചെയ്തേക്കുന്നത്. അതൊരു നല്ല കൂൾ ആംബിയൻസ് ആണ്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് ലിവിങ് റൂം ഉണ്ട്. ലിവിങ് റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റിനും ഉള്ള ലിവിങ് റൂമാണിത്. എല്ലാവർക്കും ഈ ലിവിങ് റൂം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലിവിങ് റൂം അവർ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ലിവിങ് റൂമിൽ കയറി വരുമ്പോൾ തന്നെ പണ്ട് നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ അവരുടെ ബ്രിട്ടീഷ് ബംഗ്ലാവുകളിലൊക്കെ ഉള്ളൊരു സംഭവമാണ് ഈ ഇവിടെ ഇങ്ങനെ കനലൊക്കെ വെച്ചിട്ട് നല്ല തണുപ്പുള്ള സമയങ്ങളിൽ തീ കായാൻ വേണ്ടിയിട്ട്, ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു തീയൊക്കെ കത്തിച്ച് നല്ല തണുപ്പുള്ള സമയങ്ങളിലൊക്കെ. അത് കാരണം വയനാട്ടിലൊക്കെ ആ 48 സമയങ്ങളിൽ ഭയങ്കര കൊടും തണുപ്പുള്ള സമയങ്ങളാണല്ലോ. അതുപോലെ ഇവിടെ നല്ല സോഫയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചാരു കസാരയൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നല്ല റിലാക്സ് ചെയ്ത് കിടക്കാൻ പറ്റും നല്ലൊരു ചാരു കസാരയൊക്കെ സെറ്റ് ചെയ്ത്. ഇതൊക്കെ ഒന്നും ഇപ്പോൾ എവിടെ ഇല്ല, കാരണം പണ്ടത്തെ വീടുകളിൽ മാത്രമുള്ള സംഭവമാണ് ഇതൊക്കെ. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഏരിയ ആണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. ഈ രണ്ട് കട്ടണം ഇങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള വ്യൂ ഉണ്ട്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഈ വിൻഡോ വേണമെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തിടാൻ പറ്റും. ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ല ഫുൾ മൗണ്ടൈൻ ആണ്, ടീ പ്ലാന്റേഷനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ വ്യൂ ഒക്കെ ഇരുന്ന് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ. അപ്പം നല്ല ഭംഗിയുള്ളൊരു ലിവിംഗ് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ റൂമിലേക്ക് പോവാം. റൂമൊക്കെ എങ്ങനെയാണ് അവർ ഭംഗിയായിട്ട് ചെയ്തേക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് റൂം ഏരിയയിലേക്ക് പോകാം. നമ്മളപ്പം ബംഗ്ലാവിൻ്റെ ലിവിംഗ് റൂമൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ ഇനി നമുക്ക് പരിചയപ്പെടുന്ന മെയിൻ പാർട്ട് അവിടുത്തെ ബെഡ്റൂമുകളൊക്കെ എങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അത് 1948 പണിത ബംഗ്ലാവ് ആയതുകൊണ്ട് തന്നെ വളരെ ക്രിയേറ്റീവായിട്ടാണ് അന്ന് പോലും അവർ ചിന്തിക്കുകയും ആ റൂമുകളൊക്കെ അതിമനോഹരമായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബംഗ്ലാവിൽ മൊത്തം 4 റൂംസ് വരുന്നുണ്ട്. അതിനകത്ത് 3 സെപ്പറേറ്റ് ഡബിൾ റൂം കാറ്റഗറി, ബാക്കി വരുന്നത് അതായത് 2 ഫാമിലിക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന 2 കോട്ടുള്ള ഒരു ഫാമിലി ഒരു റൂം കൂടെ ഉണ്ട്. അപ്പം മൊത്തം 4 ബെഡ്റൂമാണ് ഈ ബംഗ്ലാവിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡബിൾ റൂം കാറ്റഗറിയിലേക്ക് പോവാം. ഇതാണ് റൂം വരുന്നത്. റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കിവിടെ AC എയർ കണ്ടീഷൻ്റെ ആവശ്യമില്ല, കാരണം നല്ല കൂൾ ആംബിയൻസ് ആണ്. കാരണം നല്ല ഹൈറ്റുള്ള സീലിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് ഫുള്ള് വുഡൻ സീലിംഗ് ആണ്, വുഡ് കൊണ്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. അത്ര വർഷം പഴക്കമായിട്ടോ അത്ര വുഡൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ വെല്ലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഈ റൂമിൻ്റെ മെയിൻ ഒരു ആംബിയൻസ് ആണ് ഈ ഒരു എന്താ പറയുക, ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അല്ല. പേരാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പേര് ഞാൻ മറന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അത് നമുക്ക് തീ കായാനൊക്കെ നമ്മൾ ലിവിംഗ് റൂമിൽ പരിചയപ്പെട്ടല്ലോ, ആ ഒരു സ്പേസാണിത്. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു റൂമാണ്. പിന്നെ ഇതിവിടെ ബെഡൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ബെഡ് മേക്കിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ബെഡൊക്കെ വെൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റൂമിൻ്റെ പ്രത്യേകത. നല്ല കൂൾ ആംബിയൻസ് ആണ്, നല്ല സ്പേസ്. അന്നേ അവർ നല്ല സ്പേസ് ഉള്ള ഒരു റൂമാണ് ചെയ്തത്, നല്ല സ്പേസ് ഉള്ള ഒരു റൂമാണ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പം അവിടെ ഒരു ഡ്രസ്സിംഗ് റൂമൊക്കെ ഉണ്ട്. അന്നത്തെ കാലത്തൊക്കെ ഡ്രസ്സിംഗ് റൂം ഒന്നുമല്ലേ, നമ്മൾ ആ 48 കാലങ്ങളൊന്നും ഡ്രസ്സിംഗ് റൂമിനെ കുറിച്ച് നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ അവരൊക്കെ മുൻകൂട്ടി ചിന്തിച്ച സംഭവമാണ് ഒരു ഡ്രസ്സിംഗ് റൂം. ഒരു പഴയ ഒരു ബാഡ്രോബ് അല്ല, ഒരു അലമാര ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പണ്ടത്തെയാണ്, അന്നത്തെ കാലത്തുള്ള അലമാരയൊക്കെയാണിത്. പിന്നെ ഇവിടെ ഒരു മിനി ബാറുണ്ട്. പിന്നെ ടീ കോഫി സപ്ലൈസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് ഇവിടുത്തെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ വാഷ്റൂമൊക്കെ അന്നത്തെ വാഷ്റൂമാണ്, കുറച്ചൊന്ന് റിനോവേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവർ. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാത്ത്, കുളിക്കാനുള്ള ഒരു സ്പേസ്, ബാത്തിങ്ങിൻ്റെ ഒരു സെപ്പറേറ്റ് സ്പേസ് ഉണ്ട്. പിന്നെ അവിടെ WC കാര്യങ്ങൾ. പിന്നെ നല്ല സ്പേസ് ഉള്ളൊരു വാഷ്റൂമാണ്, നല്ല ഭംഗിയായിട്ട് വെൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. അടുത്ത റൂം എങ്ങനെ ചെയ്തേക്കുന്നത് നോക്കാം.
നെക്സ്റ്റ് റൂം വരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ഫാമിലി ബെഡ്റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 കോട്ടുണ്ട്. നമുക്ക് റൂമിലേക്ക് കയറുമ്പോൾ തന്നെ അറിയാതാ 2 കോട്ട്. അപ്പം നമുക്ക് 2 വലിയ ഫാമിലിയൊക്കെ വരുവാണെങ്കിൽ 2 പേർക്ക് സുഖമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന നല്ല ഈ റൂമൊക്കെ നോക്കി നല്ല ശരിക്കും ഒരു ഫുട്ബോൾ കളിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അത്രയ്ക്ക് വലിയ റൂമാണിത്, നല്ല സ്പേഷ്യസ് ഉള്ള റൂമാണ്. ഇപ്പോൾ 2 വലിയ ബെഡൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സിറ്റിംഗ് ഇരിക്കാനുള്ള ചെയേഴ്സ് കാര്യങ്ങൾ, പിന്നെ നമുക്ക് ഡ്രസ്സ് വെക്കാനുള്ള ബാത്റൂം, അത് അലമാര കാര്യങ്ങൾ, ഇത്ര പഴക്കമുള്ള അലമാരയൊക്കെ ഉണ്ട് അന്നത്തെ വുഡിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ല ഹൈ സീലിംഗ് ഒക്കെ ആയതുകൊണ്ട് നല്ല കൂൾ ആംബിയൻസ്, എപ്പോഴും തണുപ്പായിരിക്കും ഈ റൂമിൽ. അതാണ് ഇവിടുത്തെ റൂമിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമുക്ക് ഇവിടുത്തെ വാഷ്റൂം പരിചയപ്പെടാം. വാഷ്റൂമിലേക്ക് കയറുമ്പോൾ ഇവിടുത്തെ വാഷ്റൂം ആണെങ്കിൽ നല്ല സ്പേസ് ഉള്ള വാഷ്റൂമാണ്. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ബാഡബാണ്. ഈ ബാഡബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പഴക്കമുണ്ട് കേട്ടോ. അതായത് 1948 പണിത ഒരു ബാഡബാണെന്ന് നിങ്ങൾ വിചാരിക്കണം, ചിന്തിക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നേ അവർ കുറേ വർഷം മുന്നോട്ട് ചിന്തിച്ചിരുന്നു ഫോറിനേഴ്സൊക്കെ. അപ്പം അത്ര വർഷം പഴക്കമുള്ള ബാഡപ്പാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് ബാഡപ്പൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല സ്പേസ്, നല്ല വെൽ ക്ലീൻ ആയിട്ട് നല്ല അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ സപ്ലൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് വാഷ്റൂമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഫാമിലി ബെഡ്റൂമിൽ നമുക്ക് മൊത്തം കപ്പാസിറ്റി വരുന്നത് 4 അഡൽട്ടാണ്. 4 അഡൽറ്റിനും പിന്നെ നമുക്ക് ബിലോ 6 4 കുട്ടികൾക്കും ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്ട്രാ പേഴ്സൺ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഇവിടെ എക്സ്ട്രാ ബെഡ് കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. അപ്പോൾ അത്ര സ്പേസ് ഉള്ള റൂമാണ്. അപ്പോൾ നമുക്ക് വലിയൊരു ഫാമിലിക്കൊക്കെ സുഖമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ല ആംബിയൻസ് ഉള്ള ബംഗ്ലാവിൻ്റെ ഉള്ളിലുള്ള നല്ലൊരു റൂമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു കപ്പിൾ റൂം കാറ്റഗറി, അതായത് കപ്പിൾസിലൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ല വ്യൂ ഉള്ള റൂമിലേക്ക് പോകും. ബംഗ്ലാവിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു മനോഹരമായിട്ടൊരു റൂമാണ്, എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു കപ്പിൾ ഫ്രണ്ട്ലി റൂമാണ് കേട്ടോ. നമുക്ക് കപ്പിൾസൊക്കെ വരുവാണെങ്കിൽ നല്ലൊരു കപ്പിൾ ഫ്രണ്ട്ലി റൂം. കാരണം റീസൺ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് നല്ല വ്യൂ ആണ്, നല്ല ആംബിയൻസ്. അതായത് ഫുൾ മൗണ്ടെയിൻ, ടീ ഗാർഡനൊക്കെ നമുക്ക് ഈ റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ വ്യൂ ആസ്വദിക്കാൻ പറ്റുന്ന നല്ല വ്യൂ ഉള്ള റൂമാണ്. അപ്പം കപ്പിൾസൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല കപ്പിൾ ഫ്രണ്ട്ലി റൂമാണ്. പിന്നെ നമുക്ക് ഈ ബംഗ്ലാവിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആംബിയൻസ് ഉള്ള ഒരു ക്യാമ്പ് ഫയർ ഏരിയ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റിനും കോംപ്ലിമെൻ്ററി ആയിട്ട് ക്യാമ്പ് ഫയർ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല സ്പേസ് ഉണ്ട്, നല്ല ഒരുപാട് പേർക്ക് ഇവിടെ നിന്ന് ക്യാമ്പ് ഫയർ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്യാമ്പ് ഫയർ ഏരിയ ഈ ബംഗ്ലാവിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഹൈലൈറ്റുകളിലും അപ്പുറമുള്ളൊരു ഹൈലൈറ്റ് ഏരിയ ആണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഏരിയ. നല്ലൊരു അടിപൊളി ഇൻഫിനിറ്റി പൂളാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂളിൽ ഇവിടെ നിന്നുള്ള വ്യൂ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഒരു വ്യൂ ഉണ്ട്, ഫുള്ള് പ്ലാന്റേഷൻ, മൗണ്ടെയിൻ, എല്ലാ തരത്തിലുള്ള വ്യൂ നമുക്ക് ഇവിടുന്ന്. നല്ലൊരു അടിപൊളി ഇൻഫിനിറ്റി പൂളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് കിഡ്സ് പൂളാണെങ്കിലും അത്യാവശ്യം വലിയൊരു കിഡ്സ് പൂളാണ്. പിന്നെ അതുപോലെ തന്നെ കോമൺ പൂളായിട്ട് അവിടെ ചെയ്തേക്കുന്നത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു 6 ഫീറ്റോളം ആഴം, 5.40 ഫീറ്റ് ആഴം വരുന്ന പൂളാണ്. അപ്പോൾ നമുക്ക് പൂളൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ബാച്ചിലേഴ്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോ കപ്പിൾസ് ആയിട്ടൊക്കെ വരുവാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്ന പൂൾ ഏരിയ ആയിരിക്കും അല്ലേ. അപ്പോൾ പൂളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സീരിയസ്ലി നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇവിടുത്തെ പൂൾ ഏരിയ. ഇതിവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏരിയ ആണ്. അതായത് നല്ല ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ നല്ല ആംബിയൻസ് ആണ്. അതായത് നല്ല കൂൾ ക്ലൈമറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ വ്യൂവിലൊക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ല ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റ് ഒക്കെ ഈ ബംഗ്ലാവിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് ബംഗ്ലാവിൻ്റെ ഉള്ളിലുള്ള റൂമുകളാണ്. ബംഗ്ലാവിൻ്റെ ഉള്ളിൽ മാത്രമല്ല, ബംഗ്ലാവിൻ്റെ ഔട്ട്സൈഡായിട്ടും ഇവർ 2 റൂം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇതും 1948 ചെയ്ത ഒരു ബിൽഡിംഗ് ആണ്. അതായത് അന്നത്തെ കാലത്ത് ചെയ്തൊരു ബിൽഡിംഗ് ആണിത്. ആ ബിൽഡിംഗ് നല്ല റിനോവേറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട്
2 റൂം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ റൂമിന് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ടീ പ്ലാന്റേഷൻ വ്യൂ ആണ്. ഇതിന്റെ ഫ്രണ്ട് ഏരിയ മൊത്തം നല്ല ടീ പ്ലാന്റേഷനും ഫോറസ്റ്റും ഭയങ്കര ആംബിയൻസ് ആണ്. ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല കൂളാണ്, എല്ലാ ടൈമിലും നല്ല കൂൾ ആംബിയൻസ് ആണ് ഇവിടെ. പിന്നെ ഈ റൂമിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കപ്പിൾ ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് വന്നാലും അവർക്കും കൊടുക്കും. കാരണം നല്ല പ്രൈവസി ഉള്ളൊരു സ്പേസ് ആയതുകൊണ്ട് നമുക്ക് നല്ല പ്രൈവസി കിട്ടുന്ന ഒരു സ്പേസ് ആണ്. അപ്പം ഇവിടെ 2 റൂമുണ്ട്, 2 റൂം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് റൂം എങ്ങനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റൂമിലേക്ക് ഇവിടെ കയറി വരുമ്പോൾ തന്നെ പണ്ടത്തെ വീടിൻ്റെ ഒരു മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന പോലെ ഇവിടെ കുറച്ച് താന്നിട്ടുള്ളൊരു ഇത് ഓട് മീൻസ് ഒരു മേൽക്കൂര കുറച്ച് താന്നിട്ട് നമുക്കറിയാം പണ്ടത്തെ വീടുകളൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നത്. പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇവിടെ നല്ലൊരു സിറ്റ് ഔട്ട് ഉണ്ട്, ഇവിടെ ഒരു ബെഞ്ചും ടേബിളൊക്കെ. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലുള്ള ടീ പ്ലാന്റേഷൻ വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഫ്ലോറിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലോറിംഗ് ഒക്കെ പഴയ ഒരു ആംബിയൻസിൽ ചെയ്തിട്ടുണ്ട്, നല്ല കൂളാണ് കേട്ടോ. ഇവിടെ AC-യുടെ ആവശ്യമില്ല, കാരണം എവറി ടൈം എല്ലാ ടൈമും നല്ല കൂൾ ആംബിയൻസ് ആണ്. റൂം നല്ല സ്പേഷ്യസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മിനി ബാർ, പിന്നെ ടീ കോഫി സപ്ലൈസ്, LED TV, അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു എന്താ പറയുക ഡ്രസ്സിങ് ടേബിൾ പോലെയൊക്കെ ഒരു മിററൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ വാഷ്റൂം എങ്ങനെ ചെയ്തേക്കുന്നത് നോക്കാം. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം ഏരിയ. ഇതാണ് വാഷ്റൂം ഏരിയ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഇതാണ് പ്ലാന്റ്സ്, ഉള്ളിൽ നല്ല പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു നാച്ചുറൽ സെറ്റപ്പിലാണ് വാഷ്റൂം ഏരിയ ഒക്കെ ചെയ്തിരിക്കുന്നത്. വാഷ്റൂം നല്ല കൂളാട്ടോ, നല്ല ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സ്പേസിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മുടെ സപ്ലൈസ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കപ്പിൾ ഫ്രണ്ട്ലി ആക്കിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നല്ല റൂം ആംബിയൻസ് ആണ്. പിന്നെ ഈ ബെഡിൽ നിന്ന് തന്നെ നമുക്ക് വ്യൂ ആയിട്ട് ഇവിടെ ഒരു ഓപ്പൺ വിൻഡോ കൂടെ ഉണ്ട് കേട്ടോ. ഈ വിൻഡോയിൽ കൂടെ നമുക്ക് ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റും. നല്ല സ്പേഷ്യസ് ഉള്ള നല്ലൊരു കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി റൂമാണ്. അപ്പോൾ നമുക്ക് ബംഗ്ലാവിൻ്റെ പുറകിലായിട്ട് ഒരു വലിയൊരു ടീ പ്ലാന്റേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ടീ പ്ലാന്റേഷൻ്റെ സെൻറ്ററിലാണ് ഈ ബംഗ്ലാവ് ഉള്ളത്, ഈ ബ്രിട്ടീഷ് ബംഗ്ലാവ് ഉള്ളത്. അതുകൊണ്ട് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇവർ ഈവനിങ് ടൈമിൽ നമുക്കൊരു പ്രോപ്പർട്ടി, അതായത് പ്ലാന്റേഷൻ വിസിറ്റിംഗ് കൂടെ ഇവർ അറേഞ്ച് ചെയ്ത് തരുന്നത്. അത് കോംപ്ലിമെൻ്ററി ആണ്, നമ്മുടെ പാക്കേജിൽ തന്നെ അവർ ചെയ്തു തരും. അവർ ടീ പ്ലാന്റേഷൻ വിസിറ്റ് ഉണ്ട്, അത് ഈവനിങ് ടൈമിലാണ്. സീരിയസ്ലി നിങ്ങൾക്ക് ഷുവറായിട്ട് 100% എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ടീ പ്ലാന്റേഷൻ വിസിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ പ്രോപ്പർട്ടിയിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നിന്നുകൊണ്ട് ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റും. നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഏരിയ ആണ്. സീരിയസ്ലി ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല സൂപ്പർ സീനറി ആട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടും. അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടീ പ്ലാന്റേഷൻ വിസിറ്റ് ഒക്കെ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് പേടിപ്പിക്കാൻ പോകട്ടോ, പേടിക്കൊന്നും വേണ്ട. അത് ടീ പ്ലാന്റേഷൻ വിസിറ്റിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവരിവിടെ നമുക്ക്, അതായത് ഈ ബ്രിട്ടീഷ് ബംഗ്ലാവ് പണിതത് വിന്റർ ബോദർ എന്ന് പറയുന്ന ഒരു സ്കോട്ട്ലാൻഡുകാരനാണ്. അപ്പോൾ അയാളെ ഇത് ടീ പ്ലാന്റേഷനാണ്. ഇവിടെ മേലൊരു വലിയ ഫോറസ്റ്റ് ഉണ്ട്, അതിന് മേലൊരു ചെറിയൊരു പാറക്കല്ല് ഹില്ലേരിയ ഒക്കെ ഉണ്ട്. അവിടെ ഭംഗിയായിട്ടൊരു കല്ലറയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെയും പിന്നെ അദ്ദേഹം ഓടിച്ചിരുന്ന കുതിരയുടെ ഒക്കെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം എങ്ങനെയൊക്കെയാണ് അവിടെ ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതിലൂടെ ആട്ടോ പോകേണ്ടത്. നല്ല അടിപൊളി വഴിയാണ്. അതായത് ഞങ്ങളിപ്പോൾ ഒരു 3 മണി ആ സമയത്താണ് പോകുന്നത്. അപ്പോൾ ചെറിയ വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൂടെ പോകുമ്പോൾ എന്താ പറയുക, ഫുള്ള് നല്ല കാറ്റൊക്കെയാണ്. നമുക്ക് എന്താ പറയുക, ആ ഒരു നാച്ചുറൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് നടന്നു പോകാൻ പറ്റും. വഴിയൊക്കെ നല്ല അടിപൊളിയാട്ടോ. തീർച്ചയായിട്ടും നിങ്ങളിവിടെ വന്നത് എൻജോയ് ചെയ്യണം. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്താൽ അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യുമ്പോൾ ഈ ടീ പ്ലാന്റേഷൻ വിസിറ്റ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. അപ്പോൾ നമ്മൾ പ്ലാന്റേഷൻ്റെ അതിരിൻ്റെ ഇവിടെ എത്തി. ടീ പ്ലാന്റേഷൻ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ചെറിയൊരു വലിയ കാടൊന്നുമല്ല, ചെറിയൊരു കാട് പോലെ തോന്നുന്ന ഒരു കുറച്ച് കുറ്റിക്കാട് പോലെ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണം. ഞാൻ കുറച്ച് കിതയ്ക്കുന്നുണ്ട്. ഒരു 3 മണി സമയമൊക്കെയാണ്, ഇച്ചിരി വെയിലൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ചെറിയൊരു കാട് പോലത്തെ നല്ല ചെറിയ കാടാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ആട്ടോ ഈ കല്ലറയിലേക്ക് പോകുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഫോറിനറിൻ്റെ കല്ലറയിലേക്ക് പോകുന്ന വഴിയാണ്. വേറൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമുക്കിവിടെ വന്നിട്ട് ഇതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം എന്താ പറയുക, ഈ സിറ്റിയിലൊക്കെ ജീവിക്കുന്നവർക്കൊക്കെ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കയറി
ഒരു പാറപ്പുറത്തെത്തി. വാവ്, കണ്ടോ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ വ്യൂ കണ്ടോ? ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇത്ര അടിപൊളി വ്യൂ, നല്ല ഫുള്ള് ഹിൽ ഏരിയ ഒക്കെ ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള വ്യൂ ഒക്കെ കാണാം. അങ്ങനെ ഇനി നമ്മൾ പാറപ്പുറത്തോട്ടുള്ള യാത്ര കേട്ടോ. പാറപ്പുറത്ത് കൂടിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ചെറിയ കയറ്റം കയറുകൊണ്ട് എനിക്ക് ചെറിയ കഥപ്പുണ്ട്, പക്ഷേ ഭയങ്കര വേറൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. സീരിയസ്ലി നിങ്ങൾ എന്തായാലും ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് ഇത് എൻജോയ് ചെയ്യണം. കണ്ടോ ഈ പാറപ്പുറത്ത് ഇവിടെയൊക്കെ ഈവനിങ് ടൈമിലൊക്കെ വന്നിരിക്കാൻ അടിപൊളി ആംബിയൻസ് ആണ്. നമ്മളിപ്പോൾ പറയുന്നത് വേറൊരു വൈബാണ് കേട്ടോ. സീരിയസ്ലി ഇതിൻ്റെ പുറത്തൊക്കെ വന്നിരിക്കാൻ ഭയങ്കര വൈബാണ്. ഒരു ഈവനിങ് ടൈമിലൊക്കെ വരണം. അപ്പോൾ നമ്മൾ കല്ലറയുടെ ഏകദേശം അടുത്തെത്തി. നമ്മൾ കല്ലറയിലേക്ക് പോകാൻ പോവാണ്. ഞാൻ എക്സൈറ്റഡ് ആണ്, നിങ്ങൾ അതിലേറെ എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇത് ഒരു 2-3 വർഷം മുമ്പ് വരെ ഇവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. കാരണം ചുറ്റും മതിലൊക്കെ കെട്ടിയിട്ട് ഇത് കണ്ടോ 1919 അങ്ങോട്ടാണ് കേട്ടോ ഈ കല്ലറ നിർമ്മിച്ചത്. അതാണ്ടോ അന്ന് കെട്ടിയ മതിലൊക്കെ ഇപ്പോഴും ഉണ്ട് ഇവിടെ. ഹലോ, അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം നടന്നു അടുത്തേ കല്ലറയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പം നിലവിൽ 2 കല്ലറയേ ഉള്ളൂ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇതിപ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ട് ആരും പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നല്ല 2 കല്ലറയുണ്ട്. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് വിൻ്റർ ബോദർ, അതായത് വിൻ്റർ ബോദറിൻ്റെ കല്ലറയാണിത്. ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ കല്ലറയാണ് ഈ സൈഡിലുള്ള. പിന്നെ ഇവിടെ സെൻറ്ററിലായിട്ട് ഒരു കല്ലറയുണ്ട്. ഇതൊരു കല്ലറയായിരുന്നു, അത് ഏതോ സമയത്ത് അങ്ങോട്ട് പൊളിഞ്ഞ് അടിയിലേക്ക് പോയതാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പം പിന്നെ ഇതുപോലെ ഇവിടെ ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് അത്ര ഇതാ ഈ ഒരു സൈഡിലായിട്ട് ഇവിടുത്തെ ഇവിടെ ഒരു കുതിരയുണ്ടായിരുന്നു ഈ സാഹിബിന്. ആ കുതിരേനെ അടക്കിയ ഒരു കല്ലറയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും വീഡിയോയിലൂടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു അല്ലേ? വീഡിയോയിലൂടെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ ഡയറക്റ്റ് വന്നിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. സീരിയസ്ലി എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വണ്ടർഫുള്ളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്ഥലം വന്ന് വിസിറ്റ് ചെയ്യണം. കാരണം ഇവിടുത്തെ ടീ പ്ലാന്റേഷനും ഇവിടുത്തെ കല്ലറയൊക്കെ, കാരണം കല്ലറയൊക്കെ 100 വർഷം പഴക്കമുള്ള ഒരു കല്ലറയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഹിസ്റ്റോറിക്കൽ സംഭവമാണ്. ആ സമയത്ത് ഒരു ഫോറിനർ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തു, അദ്ദേഹം ഇത്ര നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു, ഒരു ബംഗ്ലാവ് ഉണ്ടാക്കിയിട്ടു. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ റൂമും കാര്യങ്ങളും സ്ഥലമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഡയറക്റ്റ് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടീനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ആ കോൺടാക്ട് നമ്പറുമായിട്ട് ബന്ധപ്പെടുക. കൂടാതെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ പുതിയ വീഡിയോകൾ വരുന്നതിന് വേണ്ടി ഞങ്ങൾ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക കേട്ടോ. അത് മാത്രം പോരാ, ഞങ്ങളുടെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ കമൻറ്റുകളായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.